നമസ്കാരം. ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന US പൗരന്മാർക്ക് USന്റെ അതീവ ജാഗ്രതാ നിർദ്ദേശം. ഇന്ത്യയിൽ യുദ്ധമെന്നോ ഭീകരപ്രവർത്തനമെന്നോ ഒന്നുമല്ല, മറിച്ച് സ്ത്രീകൾക്ക് യാതൊരു സുരക്ഷയുമില്ലാത്ത നാടാണ് ഇന്ത്യ എന്ന തിരിച്ചറിവിലാണ് അമേരിക്ക തങ്ങളുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിൽ ബലാത്സംഗവും അക്രമങ്ങളും കുറ്റകൃത്യങ്ങളും ഭീകരവാദവും വർദ്ധിച്ചു വരുന്നുവെന്നും അതീവ ജാഗ്രത പാലിക്കണമെന്നുമുള്ള ലെവൽ 2 നിർദ്ദേശമാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങൾ അതിവേഗം വർദ്ധിച്ചു വരികയാണ്. ലൈംഗികാതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള അക്രമാസക്തമായ കുറ്റകൃത്യങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുതെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ലോകരാഷ്ട്രങ്ങളുടെ കണ്ണിൽ എത്ര കണ്ട് ഇന്ത്യ തരം താഴ്ന്നു പോകുന്ന ഒരു മുന്നറിയിപ്പാണ് ഇതെന്ന് ഓർക്കണം. ഈ നാണക്കേടിൽ നിന്ന് ഇന്ത്യക്ക് മുക്തമാകാൻ സ്വയം തിരിച്ചറിയലിലൂടെയും തിരുത്തലിലൂടെയും മാത്രമേ കഴിയൂ. വിദേശ രാജ്യങ്ങളിൽ സ്ത്രീകൾ പകലും രാത്രിയും സ്വൈര്യവിഹാരം നടത്തുമ്പോൾ ഇന്ത്യയിൽ പലയിടങ്ങളിലും ഇരുട്ടു വീണാൽ അകത്തൊളിച്ചിരിക്കേണ്ട അവസ്ഥയിലേക്ക് സ്ത്രീകളുടെ സുരക്ഷിതത്വം ഗതികെട്ടു എന്ന് വേണം പറയാൻ. സാക്ഷരതയിൽ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു രാജ്യത്താണ് അക്രമങ്ങളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കേണ്ട സാഹചര്യത്തിൽ സ്ത്രീകൾ എത്തി നിൽക്കുന്നതെന്നോർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. സ്ത്രീകളെ ദേവിയായും അമ്മയായും കാണുന്ന ആർഷഭാരത സംസ്കാരമുള്ള ഒരു മണ്ണിൽ സ്ത്രീ സുരക്ഷിതയല്ല, പോകരുത് എന്ന് വിദേശ രാജ്യങ്ങൾ നിർദ്ദേശം കൊടുക്കുന്നതിനെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങളോടെ വേണം നോക്കിക്കാണാൻ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ സംസ്കാരം കാണാനും അറിയാനും വരുന്ന പലരും ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ തുടർക്കഥയാകുമ്പോൾ വിദേശ രാജ്യങ്ങൾ ഇത്തരത്തിൽ കടുത്ത നടപടികളിലേക്ക് വഴിമാറിയാൽ ടൂറിസത്തെ വലിയ വരുമാന മാർഗമാക്കി ജീവിക്കുന്ന ഇന്ത്യയെപ്പോലൊരു രാജ്യത്തിനും കേരളത്തിനും അത് വലിയ തിരിച്ചടിയാകും. പഹൽഗാം ഭീകരാക്രമണവും പല രാജ്യങ്ങൾക്കും ഇന്ത്യയിൽ സുരക്ഷിതത്വമില്ല എന്നൊരു തോന്നൽ ശക്തമാകാൻ കാരണമായിട്ടുണ്ട്. മുന്നറിയിപ്പില്ലാതെയോ മുന്നറിയിപ്പോടെയോ ഭീകരാക്രമണങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, മാർക്കറ്റുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ ഭീകരർ ലക്ഷ്യമിടുന്നുവെന്നും അമേരിക്ക പുറത്തുവിട്ട കുറിപ്പിൽ പറയുന്നു. ഒഡീഷ, ഛത്തീസ്ഗഡ്, ബംഗാൾ തുടങ്ങിയിടങ്ങളിലെ ചില ഗ്രാമീണ മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നതിന് US സർക്കാർ ജീവനക്കാർക്ക് പ്രത്യേക അനുമതി നിർബന്ധമാക്കി. ഗ്രാമപ്രദേശങ്ങളിലെ US പൗരന്മാർക്ക് അടിയന്തര സേവനങ്ങൾ നൽകുന്നതിന് US സർക്കാരിന് പരിമിതമായ കഴിവേ ഉള്ളൂ എന്നും കിഴക്കൻ മഹാരാഷ്ട്ര, വടക്കൻ തെലങ്കാന മുതൽ പടിഞ്ഞാറൻ ബംഗാൾ വരെ ഈ പ്രദേശങ്ങൾ വ്യാപിച്ചു കിടക്കുന്നുവെന്നും അപകട സാധ്യതകൾ കാരണം ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന US സർക്കാർ ജീവനക്കാർ ഈ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിന് പ്രത്യേക അനുമതി നേടണമെന്നും അമേരിക്ക വ്യക്തമാക്കുന്നു. കൂടാതെ സാറ്റലൈറ്റ് ഫോണോ GPS ഉപകരണമോ കൈവശം വയ്ക്കുന്നത് ഇന്ത്യയിൽ നിയമവിരുദ്ധമാണെന്നും $20,000 പിഴയോ 3 വർഷം വരെ തടവോ ലഭിക്കാമെന്നും ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത്, പ്രത്യേകിച്ച് നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ എന്നുമുള്ള കടുത്ത നിർദ്ദേശങ്ങളാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്നത്. ജമ്മു കാശ്മീർ മേഖലയിലേക്കുള്ള യാത്രയ്ക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഭീകരവാദവും ആഭ്യന്തര കലാപവും കാരണം ലഡാക്ക്, ലേ ഒഴികെയുള്ള ഇടങ്ങളിലേക്ക് യാത്ര ചെയ്യരുതെന്നും US മുന്നറിയിപ്പ് നൽകി. ഭീകരാക്രമണം, ആഭ്യന്തര കലാപ സാധ്യതയും ഈ പ്രദേശങ്ങളിലുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. ഇന്ത്യ പാക് നിയന്ത്രണ രേഖയിൽ ഇത് സർവ്വസാധാരണമാണ് എന്നും കുറിപ്പിൽ പറയുന്നു. US പൗരന്മാർ ഇന്ത്യ നേപ്പാൾ അതിർത്തി കടക്കരുതെന്ന് നിർദ്ദേശിക്കുന്നു. ഇന്ത്യയെ വളരെ ലജ്ജിപ്പിക്കുന്ന ഒരു നിർദ്ദേശമായിട്ട് മാറിയിരിക്കുകയാണ് ഇതെന്ന് പറയാതെ വയ്യ.